الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അറിഞ്ഞും പഠിച്ചും കഴിയും വിധം ജീവിതത്തിൽ പുലർത്തി വിശ്വാസികളായി ഈമാനോടുകൂടി മരിക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഏതൊരു വിശ്വാസിയും അവൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളെ കണ്ടെത്താൻ ഒരുക്കം നടത്തേണ്ടതുണ്ട്. ആകസ്മികമായി ഈ ജീവിതവുമായി വേർപെട്ടു പോകുമ്പോൾ ബാധ്യതകൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ, കഴിയുന്ന കാര്യങ്ങളെങ്കിലും ചെയ്യാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന ഖേദം ഒരിക്കലും നമുക്കാർക്കും ഉണ്ടാവരുത്. ഒരു വിശ്വാസി എപ്പോഴും ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കണമെന്നാണ് നമ്മുടെ റബ്ബ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഓരോ നിമിഷത്തിലും ഞാൻ ഇപ്പോൾ എവിടെ, എന്ത്, എങ്ങനെ എന്ന കൃത്യമായ ഒരു ചിന്ത അവനെ അലട്ടിക്കൊണ്ടിരിക്കണം. മറന്നു പോകരുത്, ജീവിതത്തെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് നോക്കൂ, ഓരോ സന്ദർഭത്തിലും വിശ്വാസിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, രാവിലെയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു പകൽ കൂടി കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമുള്ള പ്രാർത്ഥനകൾ, അദ്കാറു സബാഹ് വൽ മസാഅ് എന്ന ദിക്റുകൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ളതാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ
വാഹനത്തിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരാളെ കണ്ടുമുട്ടിയാൽ സലാം പറയുന്നത് എന്ന് തുടങ്ങി ഓരോ നിമിഷത്തിലും ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഒരു ഇടിവെട്ട് കാണുമ്പോൾ, കാറ്റടിച്ച് വീശി കാണുമ്പോൾ ഒക്കെ, മഴ പെയ്ത് കാണുമ്പോൾ ഒക്കെ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന വിധത്തിലുള്ള ചില പ്രാർത്ഥനകളും ദിക്റുകളും ഉണ്ട്. നമ്മളത് പഠിക്കന്നെ വേണം. എങ്കിലേ ജീവിതത്തെ നമുക്ക് കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നിലനിർത്താൻ കഴിയൂ. എന്നാൽ പോലും നമ്മൾ തെറ്റിപ്പോകും. അപ്പോൾ ജീവിതത്തിൽ എന്നും ഉണർന്നിരിക്കണം, ഓരോ നിമിഷത്തിലും. അതുകൊണ്ടാണ് ഓരോ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകളോ പ്രാർത്ഥനകളോ രീതികളോ, അതുപോലെ തന്നെ ഏത് കാല് മുന്നോട്ട് വെക്കണം, ഏത് കാല് പിന്നോട്ട് വെക്കണം എന്നിങ്ങനെയുള്ള ഓരോ കാര്യത്തിലും, അതുപോലെ ആഴ്ചകൾ. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്, പുണ്യ ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാനാവാത്ത വിശുദ്ധമായ ഒരു ദിവസമാണിന്ന്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് ഇന്ന്. അൽ കഹ്ഫ് എന്ന സൂറത്ത് എല്ലാ വിശ്വാസികളും ഓതേണ്ട ദിവസമാണ്. ഒരല്പം കുറച്ചു നേരം മാത്രം, ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഓരിത്തീർക്കാവുന്ന ഒരു സൂറത്ത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ വെള്ളിയാഴ്ചയെ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് പരിഗണിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും പല്ല് തേക്കുന്നു, നമ്മൾ ദിനകൃത്യങ്ങൾ ചെയ്യുന്നു, കുളിക്കുന്നു, വസ്ത്രം മാറ്റുന്നു, ഒക്കെ ചെയ്യുന്ന, നാസ്തയാക്കുന്നു, ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അള്ളാഹു നിശ്ചയിച്ച ഈ ദിവസത്തിന്റെ പുണ്യത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായി ഇന്ന് ചെയ്യേണ്ടതുണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മളെ വിലയിരുത്തേണ്ടത്. ആരും നമുക്ക് മാർക്കിട്ട് തരില്ല, അള്ളാഹു അല്ലാതെ. അള്ളാഹുവിന്റെ മാർക്ക് കിട്ടുമ്പോൾ താഴെ ക്ലാസ്സിലേക്ക് ഇറങ്ങിയിരിക്കാനും പറ്റില്ല, ദുനിയാവിലേക്ക് തിരിച്ചു വന്ന് പഠിച്ച് സൽക്കർമ്മങ്ങളുടെ മാർക്ക് വാങ്ങാനും നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസം, ഓരോ ആഴ്ചകൾ ഒക്കെ, ഒരു മാസം, ഇത് റജബ് മാസമാണ്. റജബ് മാസം റമദാനിന്റെ തൊട്ട് മുമ്പത്തെ ഷഅബാനിന്റെ അടുത്ത മാസമാണ് റജബ് മാസം. ഇസ്ലാമിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരു ഇബാദത്തും അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടില്ല, പ്രത്യേകമായി ഒരു ഇബാദത്തും. ആളുകൾ ഈ അടുത്ത കാലത്തായി ഒരു റജബ് നോമ്പ് നിർബന്ധ നോമ്പിനേക്കാളും കഠിനമായി കൽപ്പിച്ചത് കാണാം. ഇല്ലാത്ത പോരിഷകൾ, അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞത് കാണാം. ഒരു മഹത്വവും ഒരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബ് മാസത്തിന്റെ ഒരു പ്രത്യേകമായി അന്ന് ചെല്ലാനുള്ളത്, അന്ന് പ്രത്യേകമായി നോമ്പ്, സലാത്തുർ റഗായിബ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഒരു പ്രത്യേക നിസ്കാരം, ആ ഒരു മാസത്തെ ഒന്നും അള്ളാഹുവിന്റെ ദീനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായി ദീനിൽ ഒരു ആചാരമുണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അനാചാരം അല്ലാഹു തആല ളലാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ റജബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഉംറ റജബ് മാസത്തിലായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അത് റജബ് മാസം എന്ന മാസത്തിന്റെ പുണ്യം കൊണ്ടാണോ? അതല്ല, അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലാവസ്ഥക്ക് പറ്റിയ, യാത്രാ കാലാവസ്ഥക്ക് പറ്റിയത് കൊണ്ടാണോ? ഒക്കെ ആവാം. ജാഹിലിയ കാലത്ത് റജബ് മാസത്തിന് പുണ്യമുണ്ടായിരുന്നു. ആ ജാഹിലിയത്ത് തിരിച്ചു വരികയാണ്. മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പുണ്യം റജബ് മാസത്തിന് കൽപ്പിച്ചുകൊണ്ട് ജാഹിലിയ കാലത്ത് ചില പ്രത്യേക പുണ്യകർമ്മങ്ങൾ അവർ നിർവഹിച്ചിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ തിരിച്ചു വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഹിജറയുടെ 2 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സിലേക്ക് കടന്നപ്പോഴുണ്ടായ ഒരു ചരിത്ര സംഭവം, ഒരു മുഅ്ജിസത്ത് റജബ് മാസത്തിലാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷം ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അതിലും ചരിത്രപരമായ കൃത്യതയ്ക്ക് കുറവുണ്ടെങ്കിലും ഏകദേശം കുറെ ആളുകൾ റജബ് മാസത്തിലാണ്
ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന്റെ 2 വർഷം മുമ്പ് മക്കയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കൊണ്ടുപോയി. മുന്നറിയിപ്പൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഒരു പ്രത്യേകമായ വാഹനപ്പുറത്ത് കൊണ്ടുപോയി, ഒരു ആത്മീയ വാഹനം എന്ന് വേണമെങ്കിൽ പറയാം, ഭൗതികമായ അന്നറിയപ്പെട്ടിരുന്ന ഒട്ടകങ്ങളോ കുതിരകളോ അല്ല, ഒരു ആത്മീയ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി 1 മാസത്തോളം മക്കയിൽ നിന്ന് യാത്ര ചെയ്താൽ എത്തുന്ന മസ്ജിദുൽ അഖ്സ എന്ന ഇന്നത്തെ പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്തിച്ചു. അവിടെ പ്രവാചകന്മാരുടെ കണ്ടു നബി. അവരുമായി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിച്ചു. അവിടെ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ തന്നെ ആകാശലോകത്തേക്ക് കൊണ്ടുപോയി. അതാണ് മിഅ്റാജ്, കയറിപ്പോകാന്ന്. എന്നിട്ട് ആകാശലോകത്ത് വെച്ച് കുറെ സംഭവങ്ങൾ ഉണ്ടായി. തിരിച്ച് അവിടെ നിന്നും പ്രവാചകന്മാരെ കണ്ടു, തിരിച്ചു വന്നു. ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് തിരിച്ച് പുലരുന്നതിന് മുമ്പ് വീട്ടിലെത്തി. ഇതാണ് ഇസ്രാ മിഅ്റാജിന്റെ ഒരാകത്തുക. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് തുടങ്ങിക്കൊണ്ടുള്ള ആ സൂറത്തു ഇസ്രാ എന്ന് പറയുന്ന സൂറത്ത് ആരംഭിക്കുന്നത് അതിനാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ സഞ്ചാരം, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള യാത്ര. ഇത് രണ്ടാണ് ഇസ്രാ മിഅ്റാജ്. ഇത് തീർത്തും ഒരു ആത്മീയമായ ഒരു ലോകത്ത് സംഭവിച്ചതാണ്. ഇതിൽ നിന്ന് നമുക്ക് മുഹദ്ദിസുകളായ ആളുകളും ഇസ്ലാമിക ചരിത്രവും നമുക്ക് നൽകുന്ന കുറെ പാഠങ്ങളുണ്ട്. അല്ലാതെ ഇസ്രാ മിഅ്റാജ് ഒരാഘോഷമല്ല. ലോകത്ത് പല സ്ഥലത്തും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് പോലെ, അതുപോലെ മറ്റു മതങ്ങളുടെ ആചാര ദിവസങ്ങൾ, ആണ്ടർതികൾ ആഘോഷിക്കുന്നത് പോലെ ഇസ്രാ മിഅ്റാജ് ആഘോഷിക്കുന്ന സമ്പ്രദായം ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രാ മിഅ്റാജുമായി ഒരാഘോഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 ശിഷ്ടമുള്ള ഏകദേശം 12 കൊല്ലം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ശിഷ്ടം 12 കൊല്ലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. 40 കൊല്ലത്തോളമാണ് ഖലീഫമാരുണ്ടായത്. പിന്നീടുള്ള നൂറ്റാണ്ടുകൾ ആരും തന്നെ ആഘോഷിക്കാത്ത ആഘോഷമാണ് ഇന്ന് ഇസ്രാ മിഅ്റാജിന്റെ പേരിൽ നടക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത്, നമ്മളെ അള്ളാഹു ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ആ പഠിപ്പിക്കുന്ന പാഠം വിട്ടിട്ട് ആ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിന്റെ ചട്ടപ്പുറത്ത് നിന്ന് നമ്മൾ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇസ്രാ മിഅ്റാജിന്റെ പാഠം ഒന്ന് യഖീൻ, നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് പറഞ്ഞു, അനുയായികളോട്, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, മക്കയിൽ നിന്ന് യാത്ര പോകുന്ന മക്കക്കാരായ കച്ചവടക്കാർ എവിടെ എത്തി എന്ന് എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ കണ്ടതാണ്. അവിടെ നിന്ന് ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന യാത്രാ സംഘം എവിടെ എത്തിയിട്ടുണ്ട്, അവരെന്ന് ഇവിടെ എത്തും, ആ വഴിയിൽ എവിടെയാണ് അവർ വഴിയിലെത്തിയത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. മക്ക ജാമിന്റെ ആ 1 മാസക്കാലത്തെ മരുഭൂമിയിലെ ഒട്ടകയാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടോ ഒക്കെ ഞാൻ പറഞ്ഞു തരാം, ഞാൻ കണ്ടതാണ്. അതിനൊന്നും അവർ തയ്യാറായില്ല, അവർ കൂക്ക് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷേ വിശ്വാസികൾക്ക് യഖീനുണ്ടായി, ഞങ്ങളത് വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സത്യപ്പെടുത്തിയിരിക്കുന്നു, സദഖ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിലാണ് പിന്നീട് മക്കക്കാര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ്, സത്യപ്പെടുത്തുന്ന അബൂബക്കർ എന്ന് പേര് നൽകിയത്. അദ്ദേഹത്തിന്റെ ഉമ്മട്ട പേരല്ല സിദ്ദീഖ്. ഇത്രയും അവിശ്വസനീയമായി ആളുകൾ, ആ നാട്ടുകാർ കൂക്കി വിളിച്ച ഒരു കാര്യം സത്യമാണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചു. അതാണ് വിശ്വാസികൾ. ഗൈബിയായ കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നരകമുണ്ട്, ഈ നിലക്കുള്ള കാര്യങ്ങൾ ജീവിച്ചാൽ നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കും, ചോദ്യം ചെയ്യും, ഓരോ അക്ഷരത്തിനും മറുപടി പറയേണ്ടി വരും. വഅന്ന സിറാത്ത ഹഖ്ഖുൻ വഅന്നൽ ഹൗള ഹഖ്ഖുൻ വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്നൻ നാറ ഹഖ്ഖുൻ, ഇതൊക്കെ സത്യമാണ് എന്ന് പറയുമ്പോൾ
ആ സത്യത്തിന്റെ നേരെ പുറംതിരിഞ്ഞു നിന്ന് നമ്മളത് കണ്ടിട്ടില്ലല്ലോ, അനുഭവിച്ചിട്ടില്ലല്ലോ, മരിച്ചുപോയവരാരും ഉണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ പാട്ടിന് അള്ളാഹുവിന്റെ കൽപ്പന വിട്ട് ജീവിക്കുക, അത് പാടില്ല. ഇത് സത്യമാണ് എന്ന യഖീൻ ഉണ്ടായിരിക്കണം. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാ. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് അള്ളാഹും റസൂലും പറഞ്ഞാൽ വിശ്വസിക്കുമോ അതോ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഏതായിരുന്നാലും ദീനിന്റെ കാര്യങ്ങൾ പരീക്ഷണത്തിൽ, ലബോറട്ടറി പരീക്ഷണങ്ങൾക്ക് വിധേയമല്ല. അത് ഗൈബിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് ഇസ്രാ മിഅ്റാജിന്റെ ഒന്നാമത്തെ ഒരു പാഠം. രണ്ടാമത്തേത് അള്ളാഹുവുമായുള്ള ബന്ധം. എല്ലാ ഇബാദത്തുകളും ജിബ്രീൽ അലൈഹിസ്സലാം വഹീ വന്ന് നബിക്ക് പഠിപ്പിച്ചു കൊടുത്താണ്. എന്നാൽ നമസ്കാരം എന്ന ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ആകാശലോകത്ത് വെച്ച് അല്ലാഹു തആല നേരിട്ട് നൽകിയ കൽപ്പനയാണ് നമസ്കാരം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന് കാരണമായ കുത്തേറ്റ് കിടക്കുമ്പോൾ പോലും നമസ്കാരം നടക്കട്ടെ, ഞാൻ എൻ്റെ ജീവിതം അത് വേറെ, നമസ്കാരം നടക്കട്ടെ എന്ന് വസിയത്ത് ചെയ്യാനുണ്ടായ കാരണം അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള നേർക്കുനേരെയുള്ള ബന്ധമാണ്. വേറെ ആരും അടയാളന്മാരില്ല. ഒരു വിശ്വാസിയുടെ വിശ്വാസം അഖീദ തൗഹീദ് അതാണ്. നമ്മളും പടച്ചോനും തമ്മിൽ വേറെ ആരുമില്ല. ഒരു ഒലിയുമില്ല, ഒരു ബീവിയുമില്ല, ഒരു പുണ്യവാളനുമില്ല. പടച്ചവനെ എന്ന വിളി, അതാണ് തൗഹീദ്, ഏകദൈവ വിശ്വാസം. നമ്മൾ നോക്കൂ, നമസ്കാരം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരത്തിലെ ദീർഘമായ ദിക്റുകളുണ്ട്, ചെറിയ ദിക്റുകളുണ്ട്, അത്യാവശ്യത്തിനുള്ള ദിക്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ദിക്റിൽ അള്ളാഹുവേ എന്നല്ലാതെ, റബ്ബന എന്നല്ലാതെ, അള്ളാഹുമ്മ എന്നല്ലാതെ പടച്ചവനല്ലാത്ത ഒരു മഹാന്മാരെയും പ്രാർത്ഥിക്കുന്നതായിട്ടില്ല. അപ്പൊ ഇവിടെയാണ് ഏകനായ അള്ളാഹുവും മനുഷ്യനും തമ്മിൽ ഇടയാളന്മാരില്ലാത്ത ബന്ധവും, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് എന്ന ആ ഒരു ഈമാനിന്റെ അടിത്തറ പഠിപ്പിക്കുന്നത് ഇസ്രാ മിഅ്റാജിൽ കൂടിയാണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം അത് വിട്ടുപോകരുത്. അസ്സലാത്ത അസ്സലാ, നബിയുടെ വസിയ്യത്തായിരുന്നു മരണവേളയിൽ. അസ്സലാത്ത അസ്സലാ, നിസ്കാരങ്ങളും കൃത്യത്തിന് നിർവഹിക്കാതെ പോകരുത്. സഹോദരങ്ങളെ, നമ്മൾ നമ്മിലേക്ക് ചിന്തിക്കണം, എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ പാഠമെന്ന്. മറ്റൊന്ന്, ഇസ്ലാം എല്ലാ നബിമാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്തിൽ നിന്ന് നമസ്കരിച്ചു എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ മതങ്ങളുടെയും ആകത്തുകയും അതിന്റെ നേതൃത്വവുമാണ് ഇസ്ലാം. ഇസ്ലാം വിശ്വസിച്ചാൽ മറ്റെല്ലാ മതങ്ങളും വിശ്വസിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇസ്ലാമിലെ തൗഹീദിനും ഇസ്ലാമിലെ നേരായ മാർഗത്തിലും മറ്റുള്ള മതങ്ങളിൽ എതിരുണ്ടെങ്കിൽ അത് മനുഷ്യന്മാർ കടത്തിക്കൂട്ടിയതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുന്ന ഒരു മതം ആണ് എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. ആ മതത്തിന്റെ അവസാനത്തെ പതിപ്പായ ദീനുൽ ഇസ്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടി നൽകുകയും അദ്ദേഹത്തെ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു ഇമാമത്ത് നിർത്തിച്ച് മറ്റുള്ളവരെ തുടർന്ന് നമസ്കരിക്കാനുള്ള അവസരം ഈ മോചിതത്തിൽ നൽകിയത് ഇസ്ലാമിന്റെ സാർവമാനവികതയും ഇസ്ലാമാണ്. സത്യം, അത്ര വലിയൊരു സത്യത്തിന്റെ മതത്തിന്റെ അനുയായികളായി നമ്മൾ ജീവിച്ചിട്ട് അതിൽ ഇസ്സത്താണ് നമുക്ക് വേണ്ടത്, ആ ദീനിനെ കയ്യേൽക്കുകയല്ല എന്ന ഒരു പാഠം. മറ്റൊന്ന്, മനുഷ്യന്റെ ആത്മീയമായ ഭൗതികമായ എല്ലാത്തിന്റെയും അപ്പുറത്ത് ഭൗതികമായി കുതിരകളുണ്ടായിരുന്നു, പറക്കുന്ന കുതിരകൾ എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ വേഗതയിൽ എന്ന് അതിശയോക്തിയോടുകൂടി പറയുന്ന കുതിരകൾ ഉണ്ടായിരുന്നു അറബികളുടെ കയ്യിൽ. എന്ന സൂറത്ത് പറയുന്ന കുതിരകൾ, അതിനെ അല്ലാഹു തആല വാഹനമായി ഉപയോഗിച്ചില്ല, ഒട്ടകങ്ങളെ വാഹനമായി ഉപയോഗിച്ചില്ല, മറ്റൊരു വാഹനത്തെയും കാറ്റിനെ വാഹനമാക്കി ഉപയോഗിച്ചിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. അതൊന്നുമല്ല, ഇതൊരു ആത്മീയമായ വാഹനമായിരുന്നു, ആകാശലോകത്തേക്ക് കയറി പോകാനുള്ള.
എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഈ ക്രമീകരണം, ഈ കാര്യത്തിൻ്റെയും നമ്മളുടെ കണക്ക് കൂട്ടലിൻ്റെയും അപ്പുറത്ത് ഒരു ആത്മീയമായ അനുഭവങ്ങളും ജീവിതവും യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇസ്രാ മിഅ്റാജ്. സഹോദരങ്ങളെ, ഇത്തരം മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കർമ്മങ്ങളെ, നമസ്കാരം തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആരാധനകളെ നമ്മൾ കൃത്യമായി പാലിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യാനാണ് അള്ളാഹു കാലം മാറി വരുമ്പോൾ ഇത്തരം ചരിത്ര കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതനുസരിച്ച് എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയായി നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇസ്രാഈലിന്റെയും മിഅ്റാജിന്റെയും ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. 50 വഖത്ത് നമസ്കാരം അല്ലാഹു തആല മുഹമ്മദ് നബിയോട് ചെയ്യാൻ കൽപ്പിക്കുകയും അത് പിന്നീട് 5 വഖത്തായി ചുരുക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാം. എന്തിനാണ് അള്ളാഹു അത് കൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. ഇസ്ലാം ലളിതമാണ്, ഇസ്ലാം ലഘുവാണ്, അതൊരു ഭാരമല്ല, ഭാരം കെട്ടിയേൽപ്പിച്ചിട്ടില്ല അള്ളാഹു നമ്മളെ. അത് പഠിപ്പിക്കാനാണ് ആയിരിക്കണം ആ ഒരു സംഭവം 50 വഖത്ത് 5 മാറ്റുകയും 5 വഖത്ത് നമസ്കരിച്ചാൽ 50 വഖത്ത് നമസ്കരിച്ചതിന്റെ പുണ്യം കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തത്. അതുപോലെ മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നത്തെ പോലെ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, രാജ്യാന്തര അതിർത്തികളുടെ പ്രശ്നമല്ല, ആരാണ് ഭരിക്കുന്നത് എന്നതിന്റെ പ്രശ്നമല്ല. മസ്ജിദുൽ അഖ്സ അമ്പിയാക്കന്മാരുടെ താവളമാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയമിനെയും ഒക്കെ അവരൊക്കെ വളർത്തിക്കൊണ്ടുവന്ന കേന്ദ്രമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പടുത്തുയർത്തിയ ഗേഹമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ നാശവും അതിനെ നശിപ്പിക്കുന്നവരെയും നമ്മൾ മതത്തിന്റെ വീക്ഷണത്തിൽ കൂടി കാണുകയും അതിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേവലം മിഡിൽ ഈസ്റ്റിലെ മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ വിഷയമല്ല അത്. സത്യത്തിന്റെയും അതുപോലെ നേരിന്റെയും ഒരു നല്ല വില, അതാണ് നമ്മൾ അതിന് ഇസ്രാവും മിഅ്റാജും നമുക്ക് നൽകുന്ന പാഠം. അപ്പൊ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നസുല്ലാഹ ഫനസു അൻഫുസഹും എന്ന് ഖുർആൻ പറഞ്ഞു. അവരല്ലാഹനെ മറന്നു. അള്ള തരുന്ന ചില അടയാളങ്ങൾ, അള്ള കൽപ്പിക്കുന്ന ചില മണിക്കൂറുകൾ, രാവിലെ വൈകുന്നേരം, ആഴ്ചകൾ, അള്ള ഓർമ്മിപ്പിച്ചു തരുന്ന മാസങ്ങൾ, അതൊക്കെ നമ്മൾ മറന്നപ്പോ അള്ള നമ്മളെയും മറന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ആ ഒരു മറവി നമുക്ക് പറ്റിപ്പോകരുതേ എന്നാണ് ഈ ചരിത്രത്തിൽ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളായി കിടക്കുന്ന ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അല്ലാഹു തആല അവർക്കൊക്കെ ശാന്തിയും ശമനവും എന്താണോ ഖൈറ്, ആ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള നെല്ലൂർ അബ്ദുൽ മജീദ് മാസ്റ്റർ ഇരിങ്ങല്ലൂരിലെ അദ്ദേഹം എന്നും മുന്നിൽ നമ്മുടെ മുമ്പിൽ സോഫിലുള്ള ആളാണ്. അദ്ദേഹം ഒരു വലിയ ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ശിഫയായി വരുന്നുണ്ട്. അള്ളാഹു എത്രയും വേഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വിശ്വാസിയായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കുമെല്ലാം അല്ലാഹു തആല നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.